ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെ ടാക്സ് ഫയൽ ചെയ്യാം, അതേപോലെ നമുക്ക് റീഫണ്ട് കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ജർമ്മനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ നിന്ന് ടാക്സ് അവർ കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അധികം ടാക്സ് അവർ നമ്മുടെ നിന്ന് പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയെല്ലാം ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇനി ആരൊക്കെയാണ് ടാക്സ് റിട്ടേൺ ചെയ്യേണ്ടത്? ടാക്സ് റിട്ടേൺ ചെയ്യേണ്ടത് മെയിനായിട്ട് 3 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അതിലൊന്നാമത്തെ സെൽഫ് എംപ്ലോയിഡ്, പിന്നെ നമ്മുടെ ഫ്രീലാൻസേഴ്സിനും ചെയ്യാം. രണ്ടാമത്തത് ഇപ്പോൾ ആർബൈറ്റ്സ് ലോസൻ ഗിൽഡ് അല്ലെങ്കിൽ L10 ഗിൽഡൊക്കെ വാങ്ങിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് റിട്ടേണിന് വേണ്ടി ഫയൽ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉള്ളവരും ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് റീഫണ്ട് കിട്ടാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ടാക്സ് സബ്മിറ്റ് ചെയ്യാം? അതിലത്തെ ഒന്നാമത്തെ ഓപ്ഷനാണ് പറയുന്നത് എൽസ്റ്റർ പോർട്ടൽ. എൽസ്റ്റർ പോർട്ടൽ ഇവിടുത്തെ ഒഫീഷ്യൽ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ്. അപ്പം നമുക്ക് അതിൽ മൊത്തം ജർമ്മൻ ആയിരിക്കും. നമ്മൾ അതിൽ കയറി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവേഷൻ ലെറ്റർ നമുക്ക് പോസ്റ്റലിൽ ലഭിക്കും. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ടാക്സ് ആപ്സ്, അതായത് വുണ്ടർ ടാക്സ്, ടാക്സ് ഫിക്സ്, സ്റ്റോയർഗോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ വേ ആണ് ഈ ഒരു ടാക്സ് ആപ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപ്സ് അത് ഓട്ടോമാറ്റിക്കലി ആ ഫോം ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് കിട്ടാൻ പോകുന്ന റീഫണ്ട് അത് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ടാക്സ് അഡ്വൈസർ. നമ്മുടെ ടാക്സ് കൺസൾട്ടൻറ്റിനെ എന്താ പറയുക, ഇതിനു വേണ്ടി ഹയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നമുക്കിത് എല്ലാതും ചെയ്തു തരും. ഇനി റീഫണ്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ടാക്സ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് ആമത്ത് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് റീഫണ്ട് ചെയ്യും. അപ്രോക്സിമേറ്റ്ലി 6 to 12 വീക്സ് ആണ് ഇതിനെടുക്കുന്നത്. ഇനി ജർമ്മനിയിൽ നമുക്ക് എന്തൊക്കെ ടാക്സ് ഡിഡക്ഷൻസ് ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്, അതായത് നമ്മൾ ജോലി സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ട്രാവൽ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തതാണ് നമ്മളിപ്പോൾ ഹോം ഓഫീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതും ക്ലെയിം ചെയ്യുന്നതാണ്. പെർ ഡേ 6 യൂറോ വെച്ചാണ് നമുക്ക് റീഫണ്ടിൽ കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ ഹോം ഓഫീസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എക്സ്പെൻസസ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ അതിന് വേണ്ടി ലാപ്ടോപ്പ്, ചെയർ അല്ലെങ്കിൽ ഫർണിച്ചർ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തത് ലാംഗ്വേജ് കോഴ്സ് ഫീ, അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാംഗ്വേജ് ഇവിടെ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമുക്ക് വന്ന ചിലവ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ റീലൊക്കേഷൻ കോസ്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് പുതിയൊരു ജോലി കിട്ടി, ജോലി ചേഞ്ച് ചെയ്തത് കൊണ്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാണ്, നമ്മൾ ഒരു പുതിയൊരു സ്ഥലത്തോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീലൊക്കേഷന് വേണ്ടി നമുക്ക് ചിലവായ തുകയെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ട്രാൻസ്പോർട്ടേഷനും അതേപോലെ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ അടച്ച ഡെപ്പോസിറ്റും പിന്നെ ക്ലീനിങ് അങ്ങനത്തെ എല്ലാ കോസ്റ്റുകളും നമുക്കിതിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി ആറാമത്തെ നമ്മളൊരു ടാക്സ് അഡ്വൈസറിനെ വെക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടാക്സ് ആപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ വുണ്ടർ ടാക്സ്, സ്റ്റോയർഗോ ഈ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫീയും നമുക്ക് ഈ ഒരു ഇതിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഏഴാമത്തെ ഡേ കെയർ അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ ബേബി സിറ്ററിന് വേണ്ടി ചാർജ് ചെയ്യുന്ന ചാർജസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് പാർഷ്യലി നമുക്ക് റീഫണ്ട് കിട്ടും. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കുട്ടീനെ ട്യൂഷന് വിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ കിൻഡർ ഗാർഡൻ, പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിങ് അല്ലെങ്കിൽ ബേബി സിറ്റർ ഇങ്ങനത്തെ ചാർജസൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി ചർച്ച് ടാക്സ് നമ്മളിവിടെ പേ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതും ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അവസാനത്തെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തത് നാട്ടിൽ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തക്കമായ പ്രൂഫ് നമ്മൾ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ക്ലെയിം ചെയ്യാവുന്നതാണ്. ആ ഒരു തുകയ്ക്കും നമുക്ക് റീഫണ്ട് ഇവിടെ കിട്ടും. ഇനി ഡെഡ് ലൈൻ എപ്പോഴാണ്? അതായത് ടാക്സ് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. അതും പ്രീവിയസ് ഇയേഴ്സിൻ്റെ ടാക്സ് ഇട്ടാ. ഇനി നമ്മൾ ടാക്സ് അഡ്വൈസറിനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും സമയം കൂട്ടിക്കിട്ടും. ഫെബ്രുവരി വരെ അത് കൂട്ടിക്കിട്ടുന്നതാണ്. ഇനി സ്റ്റുഡൻസിന് ജർമ്മനിയിൽ ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റും. ജർമ്മനിയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്റ്റുഡൻസിനും ടാക്സ് റിട്ടേൺ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ടാക്സ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ജോലി ചെയ്യുമ്പോൾ, പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ നിന്ന് ടാക്സ് അവർ കട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യുന്ന പാർട്ട് ടൈം ജോബിൽ അത് നമ്മൾ കുറച്ച് മാത്രമാണ് ഏൺ ചെയ്യണേ എന്നുണ്ടെങ്കിൽ അത് ഓവർ ടാക്സ് ആയിട്ട് അത് ഓവർ ടാക്സ് ആണ്. അപ്പോൾ നമുക്കത് ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടുന്നതാണ്.
ഇനി സ്റ്റുഡൻസിൽ ആരൊക്കെയാണ് ഈ ഒരു റീഫണ്ടിന് എലിജിബിൾ ആയിട്ടുള്ളവർ, അതായത് സ്റ്റുഡൻസ് ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് എലിജിബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പീരീഡിൽ വരുന്ന എക്സ്പെൻസസ്, ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ്, പഠിക്കാനായി ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ബുക്സ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെമസ്റ്റർ ഫീ അല്ലെങ്കിൽ ടിക്കറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് റീഫണ്ട് കിട്ടും. ഇനി മൂന്നാമത്തെ, നിങ്ങൾക്ക് ഇപ്പോൾ ജോബില്ല, അതായത് പാർട്ട് ടൈം ജോബ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് പീരീഡിൽ എന്തെങ്കിലും എക്സ്പെൻസസ് നിങ്ങളുടേത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ക്ലെയിം ചെയ്യാം. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ എന്തായാലും റീഫണ്ട് കിട്ടും. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ പാർട്ട് ടൈം 1 ഇയർ നിങ്ങളിപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്തു, നിങ്ങളുടെ നിന്ന് 800 യൂറോ വരെ അവർ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളിത് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് 600 യൂറോ തൊട്ട് 800 യൂറോ വരെ കിട്ടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് ടാക്സ് നമ്മളിവിടെ അടയ്ക്കുന്നതും നമ്മളിവിടെ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതും നമുക്കത് റീഫണ്ട് കിട്ടുന്നതും ഇവിടെ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സെൽഫായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാക്സ് അഡ്വൈസറിനെയും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപും നിങ്ങൾക്ക് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.